ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കുറേ നാളായിട്ടുള്ള വലിയൊരാഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നത്. ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പല കാരണങ്ങളുണ്ട്, അതിങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ഇന്ന് ഞാൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ചൊരു വീഡിയോ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയാകുമ്പോൾ നമുക്ക് പിന്നെ കുറച്ചുകൂടെ ഫ്രീ ടൈം കാണും. ഇന്ന് ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രെഡും ഒക്കെ ആയിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഉച്ചയ്ക്ക് ഞങ്ങൾ ചിക്കനും അതേപോലെ നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 1 കിലോ ചിക്കൻ ഇന്ന് വാങ്ങിച്ച് കുറച്ച് കറി വയ്ക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാറ് മാത്രമേ ചിലവാകത്തുള്ളൂ. ചിക്കൻ്റെ പീസെല്ലാം മാറ്റി വെച്ചേക്കും. വറുത്താണെങ്കിൽ പ്ലേറ്റ് പെട്ടെന്ന് കാലിയാകുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇന്ന് വാങ്ങിച്ച ചിക്കൻ്റെ അകത്ത് ഒരു 1/4 ഭാഗം, അതായത് ബോൺലെസ് പീസുകളെല്ലാം മാറ്റി വെച്ചിട്ട് വറക്കാൻ വേണ്ടി എടുത്തു വെച്ചു. എല്ലോട് കൂടിയിട്ടുള്ള ഭാഗങ്ങളെല്ലാം പീസൊക്കെ എടുത്തിട്ട് കറി വയ്ക്കാനും വേണ്ടി മാറ്റി വെച്ചു. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മസാലകൾ പുരട്ടി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചു. ഈ ചിക്കൻ വറക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ചിക്കൻ വറക്കുന്ന മസാല നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ഇച്ചിരി ചേർക്കാറുണ്ട്. അതും ഇച്ചിരി തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടാണ് അത് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. കറി വയ്ക്കുന്ന ചിക്കൻ്റെ അകത്ത് ഞാൻ ആദ്യം എല്ലാം പുരട്ടി വയ്ക്കാറില്ല. ജസ്റ്റ് മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടിയും ചേർത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കും. ബാക്കി മസാലകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത് അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് ചെയ്യാമെന്നുള്ളതുകൊണ്ട് അത് മൊത്തത്തിൽ എല്ലാം ചേർക്കുന്നില്ല. അതിൻ്റെ അകത്ത് ഒരു 2-3 സവോള എടുത്ത് ഞാൻ കുനുകുന അരിഞ്ഞെടുത്ത് അതൊരു പാത്രത്തിൽ എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ വരുന്നവരെ വഴറ്റിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് പച്ചമണം മാറുന്നതിന് മുമ്പ് കുറച്ച് 1-2 ടീസ്പൂൺ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലേവറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഞങ്ങൾ ഇച്ചിരി 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു തക്കാളിയും ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേകാൻ വേണ്ടി വയ്ക്കാം. ഇത് നെയ്ച്ചോറ് ഞാനിന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ നന്നായിട്ട് ചൂടായപ്പോഴത്തേക്കും 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ സാധാരണ മസാലയെല്ലാം ചേർത്തു. ഞങ്ങൾ ഇവിടെ ഇന്ന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചു. സവോളയും തക്കാളിയും എല്ലാം കൂടെ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള കറി വയ്ക്കാനുള്ള പീസ് എടുത്തിട്ട് ഇതിലിടാം. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഞാനിപ്പോൾ വേവിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് വെള്ളം ഒഴിക്കാതെ ഈ ചിക്കനും ഈ നമ്മുടെ മസാലയും സവോളയും തക്കാളിയും എല്ലാം ഉള്ള മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആവിയിൽ 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ തന്നെ അത്യാവശ്യമുള്ള വെള്ളമൊക്കെ നമുക്ക് ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആവശ്യത്തിന് കുറച്ചൊരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് വേവിക്കാൻ വേണ്ടി വെച്ചതാണിത്. ചിക്കൻ കറി ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. മല്ലിയുടെ ടേസ്റ്റും കൂടെ ഒന്ന് കറിയിലോട്ട് പിടിക്കട്ടെ, അപ്പോഴേ നമുക്ക് ആ ചിക്കൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വെള്ളം നന്നായിട്ട് ഇത് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് അരിയാണിത്. ഇത് ചേർത്തോട് ഇത് ഞങ്ങൾ വാങ്ങിക്കുന്നത് കൈമ റൈസാണ്. ഞങ്ങൾക്ക് 2 ഗ്ലാസ് അരി ഉച്ചയ്ക്കും രാത്രിത്തേക്കും കൂടെയാണ് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വെള്ളത്തിലിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 80% വേഗമാകുമ്പോഴത്തേക്കും എൻ്റെ മേലിൽ നമുക്കിത് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് ഇത്രയും നേരം നമ്മൾ കുക്കറെ വെയിറ്റ് ഇല്ലാതെയാണ് അടച്ച് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് വെയിറ്റ് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ അടപ്പ് തുറന്നപ്പോഴത്തേക്ക് ഇത് ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടിയൊന്നും പോയിട്ടില്ല. കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനിത് വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ച് സവോള ഞാനിതിങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നെയ്യിൽ വറുത്ത് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും ഒക്കെ ചേർക്കാം. എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ചോറിൽ അത്രയും ചേർക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം. അപ്പോൾ ചോറും നമുക്ക് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് മാറ്റി വെച്ചേക്കുന്ന ചിക്കനും കൂടെ വറുത്തെടുക്കാം. ഞാൻ നോർമലി ചിക്കൻ വറുക്കുന്ന സമയത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. കറിവേപ്പില ഇടുമ്പോഴത്തേക്കും എനിക്ക് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. ഈ വീട്ടിൽ ചിക്കൻ വറുത്തതിനാണ് കൂടുതൽ ചിലവുള്ളത്. അതുകൊണ്ട് എനിക്ക് ചിക്കൻ വറുത്തെടുക്കാൻ ഇച്ചിരി സമയം വന്നു. കാരണം ഓൾമോസ്റ്റ് എൻ്റെ 75% ചിക്കനും ഞാൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്തൊക്കെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെന്നുള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് തിരുത്തിയിട്ട് വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഇനിയിടുന്ന എല്ലാ വീഡിയോകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും നന്ദി. താങ്ക്